നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ അമിത്ഷായുടെ ശക്തമായിട്ടുള്ള പോലീസിംഗിന് കീഴിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ്. അമിത്ഷാ എന്താണ് പറഞ്ഞിരുന്നത്? അതായത് 2026 നമ്മുടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്നാണ് അമിത്ഷാ കൃത്യമായി പറഞ്ഞിരുന്നത്. മാവോയിസ്റ്റുകളെല്ലാം തന്നെ കൊന്നുതള്ളാൻ അമിത്ഷാ ഉത്തരവിട്ടിരുന്നു. പോരാത്തതിന് മാവോയിസ്റ്റുകൾക്ക് അതിനു മുമ്പ് കീഴടങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അമിത്ഷാ കൊടുത്തിരുന്നു. അങ്ങനെ കീഴടങ്ങിയ ധാരാളം മാവോയിസ്റ്റുകളുണ്ട്. ഇപ്പോഴിതാ മാവോയിസ്റ്റ് സംഘടന തന്നെ ആയുധം താഴെ വച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ ഭീകരമായിട്ടുള്ള മാവോയിസ്റ്റ് സംഘടന 40 വർഷമായി ആയുധം താഴെ വയ്ക്കാത്ത സംഘടന ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ആയുധം താഴെ വച്ചിരിക്കുന്നു. കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ 500 പേരെയാണ് ഈ മാവോയിസ്റ്റ് സംഘടനയിലുള്ളവരെ നമ്മുടെ CRPF അടക്കമുള്ളവർ കൊന്നു തള്ളിയത്. 2000 നക്സലൈറ്റുകളാണ് മരണഭയത്തിൽ വന്ന് കീഴടങ്ങിയത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. 4 പതിറ്റാണ്ടുകളായി ആയുധബലത്തിൽ വിപ്ലവം അവകാശപ്പെടുന്ന നക്സലൈറ്റുകൾ രാജ്യത്തുടനീളമുള്ള സുരക്ഷാ സേനയുടെ നിരന്തരവും തീവ്രമായിട്ടുള്ള നടപടിക്കിടെ ആയുധം താഴെവെച്ചു. കഴിഞ്ഞ 18 മാസത്തിനിടെ 500-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ കേന്ദ്ര കമ്മിറ്റി തലത്തിലെ 13 ഉന്നത നേതാക്കളും ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിൽ മാത്രം ഉന്നത കമാൻഡർമാരായിട്ടുള്ള ബസവരാജു ചൽപതി, സുധാകർ, മോഡം ബാലകൃഷ്ണ എന്നിവർ കൊല്ലപ്പെട്ടു. ഏകദേശം 2000 കേഡർമാരും പിന്തുണക്കാരും കീഴടങ്ങി. ഈ സമ്മർദ്ദത്തിനിടയിൽ സമാധാന ചർച്ചകൾക്കായി ആയുധം താഴെ വയ്ക്കാൻ മാവോയിസ്റ്റ് ഗ്രൂപ്പാണ് ആദ്യം മുൻകൈയെടുത്തത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പോരാത്തതിന് നക്സലിസത്തെ ഉന്മൂലനം ചെയ്യുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യത്തിൽ സുരക്ഷാ സേന വൻതോതിലുള്ള നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇനി ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.